മലയാളിയുടെ പ്രിയപ്പെട്ട ബാലഭാസ്കറിന്റെ കുടുംബജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്നതിലുള്ള ചോദ്യത്തിനുള്ള ഉത്തരം നൽകുകയാണ് ഭാര്യ ലക്ഷ്മി. ബാലഭാസ്കറിന്റെ വീട്ടുകാരുമായുള്ള അകൽച്ച ഞങ്ങളുടെ വിവാഹം മുതൽ ഉള്ളതാണെന്ന് ഭാര്യ ലക്ഷ്മി പറയുന്നു. അപകടശേഷം ആദ്യമായാണ് ഇത്തരം വിഷയങ്ങൾ ലക്ഷ്മി പറയുന്നത്. ഞാൻ അവിടെ പോകുന്നത് ഒഴിവാക്കിയത് ബാലു തന്നെയായിരുന്നു. പ്രണയിച്ച് വിവാഹം കഴിച്ചതുകൊണ്ട് എന്നെ അംഗീകരിച്ചിരുന്നില്ല. ഒരു തവണ മാത്രമാണ് ബാലു എന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ടുള്ളതെന്ന് ലക്ഷ്മി പറയുന്നു. ബാലു മിക്കപ്പോഴും വീട്ടിൽ പോകുമായിരുന്നു. മറ്റു കുടുംബാംഗങ്ങളുടെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. ബാലുവിൻ്റെ അച്ഛൻ ഞങ്ങളുടെ വീട്ടിലും വരുമായിരുന്നു. അപകടശേഷവും അദ്ദേഹം 2 തവണ വന്ന് കണ്ടു. പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൂടെ അവഹേളനമുണ്ടായതോടെ അകൽച്ചയായി. ഇപ്പോൾ അടുപ്പമുള്ളവർ പോലും മിണ്ടാതെയായി. അപകടശേഷമാണ് ഈ അനുഭവങ്ങളെല്ലാം ഉണ്ടായത്. ഇത് വല്ലാതെ വേദനിപ്പിച്ചു. ബാലുവിൻ്റെ കാര്യത്തിൽ ആദ്യ അവകാശം അച്ഛനമ്മമാർക്ക് തന്നെയാണ്. ബാലുവിൻ്റെ മരണത്തിൽ സംശയം ഉന്നയിക്കാൻ അവർക്ക് അവകാശമുണ്ട്. അതുകൊണ്ടാണ് അവർ പരാതി നൽകി നിയമപോരാട്ടം നടത്തിയത്. ആ അവകാശത്തെ ഒരിക്കൽ പോലും ഞാൻ എതിർത്തിട്ടില്ല. എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ചാണ് അന്വേഷണത്തോട് സഹകരിച്ചതെന്നും ലക്ഷ്മി പറഞ്ഞു. ഇതിനിടയിൽ ചില ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുകയാണ്. അത് വലിയ പ്രയാസമാണ്. ഒരിക്കലും അംഗീകരിക്കാനായിട്ട് കഴിയുന്നുമില്ല. എൻ്റെ ജീവനായിരുന്ന 2 പേരുടെ ആത്മാക്കളാണത്. അറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായി നിയമത്തിന് മുന്നിൽ പറഞ്ഞു. ബോധം തെളിഞ്ഞതു മുതൽ അന്വേഷണ ഏജൻസികൾക്കും കോടതിയിലുമെല്ലാം മൊഴി നൽകി. ഇരിക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്ന ഘട്ടത്തിലും മണിക്കൂറുകളോളം മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പരസ്യ ചർച്ചയ്ക്ക് വിധേയമാക്കാനില്ല. ഇതുവരെ അന്വേഷണം തൃപ്തികരമാണ്. എനിക്ക് ആരെയും ഒന്നും ബോധിപ്പിക്കാനില്ല. ഞാൻ കണ്ടതും അറിഞ്ഞതും മാത്രമേ പറയാനാകൂ. കേട്ടതും ഊഹങ്ങളും പറയാനാകില്ല. സംഗീതത്തിനു വേണ്ടി മാത്രം ജീവിച്ച ബാലു വിവാദങ്ങളുടെ കേന്ദ്രമായതാണ് ഏറെ വേദനിപ്പിക്കുന്നത്. ആശുപത്രിയിൽ നിന്ന് ബോധം തെളിഞ്ഞപ്പോൾ കൈകളൊക്കെ ബെഡിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ബാലുവിനെയും കുഞ്ഞിനെയും അന്വേഷിച്ചപ്പോൾ എല്ലാവരും പുറത്തുണ്ടെന്നാണ് സിസ്റ്റർമാർ പറഞ്ഞത്. ഏറെ നാൾ ബാലുവുമായി സംസാരിക്കുന്നത് ഒരു യാഥാർത്ഥ്യമായി വിശ്വസിച്ചിരുന്നു. പിന്നീടാണ് ബാലുവും മോളും പോയ കാര്യം അറിഞ്ഞത്. ഞാനത് വിശ്വസിക്കാതെ കൗൺസിലിങ്ങിനെത്തിയ സൈക്കോളജിസ്റ്റിനോട് ഇറങ്ങിപ്പോകാൻ പറയുകയായിരുന്നെന്ന് ലക്ഷ്മി ഓർത്തെടുക്കുന്നു.